to Tiffin Joe Streams, guys. അപ്പോൾ നമുക്ക് കളിക്കാൻ റേസ് എല്ലാം ബാക്കിയുണ്ടോ എന്ന് നോക്കാം ഗൈസ്. നമുക്ക് കോർവെറ്റിൻ്റെ റേസ് ഉണ്ട് ഗൈസ്, പക്ഷെ കോർവെറ്റ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്ക് തൽക്കാലം ഒരു പാക്കറ്റ് ഡെലിവറി എടുക്കാമല്ലോ. പാക്കറ്റ് ഡെലിവറി എടുക്കുകയാണെങ്കിൽ 5000 രൂപ കിട്ടും. കുറച്ചുകൂടെ ഫണ്ട് സോർട്ട് ചെയ്യാൻ പറ്റും. ഇത് കാർ ഡെലിവറി കേട്ടോ, ഞാൻ കാർ ഡെലിവറി എടുക്കാം. നമ്മുടെ ലാൻസറുണ്ട്, ലാൻസർ നമുക്ക് ഡെലിവറി ചെയ്താൽ 5000 കിട്ടും. ലാൻസർ ഡെലിവറി ചെയ്തേക്കാം. ലാൻസർ ഡെലിവറി ചെയ്യാൻ നമ്മൾ എത്തി. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ലാൻസർ. വാവ്, ഗ്രീൻ കളറൊക്കെ അടിച്ചേക്കുന്നത് വണ്ടി കാണാൻ നല്ല രസമുണ്ടല്ലോ ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഈ വണ്ടി ഡെലിവറി ചെയ്യാം. സോ ഗൈസ്, ഇതാണ് ലാൻസറിൻ്റെ ഇൻറ്റീരിയർ. റോഡിലേക്ക് കിടന്നിരിക്കുകയാണ് ഗൈസ്. മാപ്പ് നമ്മൾ ഇടയ്ക്ക് എടുക്കാറുണ്ട് ഗൈസ്. പോകുന്ന വഴി നമ്മൾ പോയി തിരിച്ചിടും ഉണ്ടല്ലേ. ഇപ്പം തന്നെ നമ്മൾ റോങ് വേയിലുള്ള ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് തോന്നുന്നു ഗൈസ്. നേരെയുള്ള റോഡിൽ കിടക്കുക. നമുക്ക് വണ്ടിക്ക് ഡാമേജ് ഇപ്പോൾ വരുത്താൻ പറ്റത്തില്ല. ഡാമേജ് വരുത്തി കഴിഞ്ഞാൽ ഇത് വീണ്ടും നമ്മൾ എടുത്തെടുത്ത് നിന്ന് തന്നെ വീണ്ടും കൊടുക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് 3 തവണ ട്രൈ ചെയ്യാനേ പറ്റത്തുള്ളൂ. 3 തവണ ട്രൈ ചെയ്ത് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ ടൈം എടുക്കും ഗൈസ്. ടൈം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനിഷൻ ഓണാകത്തില്ല. സ്പോയിലറൊക്കെ ലാൻസർ കാണാൻ രസമുള്ള ഗൈസ്. സാഹസികമായി നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. എങ്ങനെ ഡെലിവറിക്ക് കൊടുക്കുന്നുണ്ടെന്ന് കാണാൻ ഗൈസ്. എങ്ങനെയിട്ട് ആരും വിളിക്കരുത് കേട്ടോ. 29 കേട്ടോ. 29 കാറിൻ്റെ 100-ൽ നമ്മൾ ബാക്കി മൊത്തം ഇടിച്ച് കളഞ്ഞിരിക്കുകയാണ്. കഴിയുന്നുണ്ടെങ്കിൽ ഗൈസ് വണ്ടി ഡെലിവറി ചെയ്യണം. അല്ലെങ്കിൽ ഇത്ര ഓടിച്ചതും വെറുതെ ആവും. 5,000 റുപ്പീസ് നമുക്ക് നഷ്ടമാകും ഗൈസ്. സ്പോട്ടിലേക്ക് ഇരിക്കുന്നു. ഓ ഗായ്സ്, നമ്മൾ അറ്റത്തുകൊണ്ട് കലവടച്ചിരിക്കുകയാണ്. നമുക്ക് 5000 രൂപ കിട്ടിയില്ല ഗൈസ്. ഞാനവിടെ വെറുതെ ഒരു കാര്യമില്ലായിരുന്നു ഗൈസ്. മതിയായി കൊണ്ട് ഇട്ടാൽ മതിയായിരുന്നു. കംപ്ലീറ്റ് എന്ന് പറയാനായിട്ട് കാണിച്ചത് നമുക്ക് കിട്ടി കേട്ടോ ഗൈസ്. നമുക്ക് 5000 രൂപ കിട്ടിയിരിക്കുകയാണ്. വാവ്, ഞാനോട്ട് ഐഡി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞു
സോറി ഗായ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് ബോക്സ് ഡെലിവറി ചെയ്യാം. ബോക്സ് ഡെലിവറി ഇവിടെ ഉണ്ട് ഗൈസ്. ബോക്സ് ഡെലിവറി നമുക്ക് പിക്കപ്പിലാണ്. പിക്കപ്പിൽ നമുക്ക് ഡെലിവറി ചെയ്യാം. മെഷീൻ ഓൺ ആയിരിക്കുകയാണ് ഗൈസ്. 3000 റുപ്പീസ് നമുക്ക് കിട്ടും. ഇതിന് മാപ്പില്ല ഗൈസ്. നമ്മൾ സ്ഥലം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. to find out the delivery location. ഞാൻ ഈ മിഷൻ 1-2 തവണ കളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം എനിക്ക് ഏകദേശം ഒരു റൂട്ട് അറിയാം. നമുക്ക് നോക്കാം. ഇതാണ് ഒരു രസം ഗൈസ് ഓടിക്കാൻ. പെട്ടെന്ന് നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യാതെ തന്നെ ഇത് ഡ്രിഫ്റ്റ് ആവും ഗൈസ്. ഇതാണ് ഈ പിക്കപ്പിൻ്റെ പ്രത്യേകത. അത് ഗൈസ് നമ്മൾ ചെറുതായിട്ട് വഴി മാറി പോയിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല. ഈ വഴി നമുക്ക് ഇച്ചിരി ലോങ് ആണ്, ടൈമുണ്ട്, ബട്ട് സ്റ്റിൽ വി ക്യാൻ. ഗൈസ് നമുക്ക് ഇവിടുന്ന് ഒരു ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഡെലിവറി ലൊക്കേഷനിലേക്കാണ് ചെല്ലുന്നത്. ലെഫ്റ്റ് എടുക്കാതെ നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ പണി കാണും ഗൈസ്. ലെഫ്റ്റ് എന്തുകൊണ്ടും അത്യാവശ്യമാണ്. ഇവിടെ നമുക്ക് റൈറ്റ് ഉണ്ട് ഗൈസ്. ഒരു കുഞ്ഞു വഴിയാണ്, ഇതിന് വണ്ടിയൊന്നുമില്ല. നൈസ് റോഡ് ഗൈസ്. നമുക്ക് അതൊക്കെ ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് പോകാം. വേറെ വണ്ടിയൊന്നും ഇല്ലാതുകൊണ്ട്. ഓ ഗൈസ്, മലകേറി മേടി ചെന്നാലേ ഉള്ളൂ. ഭയങ്കര ലോങ് ആയിട്ട് ഗൈസ്. നമുക്ക് അവിടുന്ന് നമ്മളെ ഇറങ്ങി വന്ന സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് ഉണ്ടായിരുന്നു. ആ റൈറ്റ് എടുക്കുന്ന ആരും നമുക്ക് എന്തുകൊണ്ടൊന്നുമില്ലാതെ നമുക്കിപ്പം നമ്മുടെ വർക്ക് ചെയ്യാൻ കുഴപ്പമില്ല. ഈ വണ്ടിയുടെ എക്സോസ്റ്റ് സൈറ്റ് കാണും ഗൈസ്. നല്ല രസമുണ്ട്. അങ്ങനെ ഒരു ഡെലിവറി ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്കൊരു ഡെലിവറി എടുക്കാനുണ്ട്. ഇവിടെ നിന്ന് അടുത്ത ഡെലിവറി ലൊക്കേഷനിലേക്ക് ഇറ്റ്സ് ടു ഫാർ. എന്നാലും കുഴപ്പമില്ല, ഒന്ന് കൊടുക്കാം. നമുക്ക് ടൈം ഇഷ്ടം പോലെ ഉണ്ട്. 9 minutes കൂടെ ഇനി നമ്മുടെ മുമ്പിലുണ്ട്. സോ ടൈം ഈസ് നോട്ട് എ പ്രോബ്ലം. കാട്ടി കയറിയിരിക്കുകയാണ് ഗൈസ്. ഇടി കൊടുക്കാൻ പാടില്ല. ഇടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിഷൻ ഫെയിലാകാനായിരിക്കും. വീണ്ടും ഗൈസ്, വീണ്ടും നമുക്ക് വഴി തെറ്റി പോകേണ്ടതായിരുന്നു. നമ്മൾ തിരിച്ച് നമുക്ക് പോകുന്നത്. ഗൈസ് നമ്മൾ വീണ്ടും നമ്മുടെ മലമ്പാതയിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ പാതയിൽ വേറെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറന്നു പോകാൻ ഗൈസ്. ആ ട്രാഫിക് ലൈറ്റ്സ്, we can fly guys. Oh guys, in order we can drift.
പോയി ഗൈസ്. ഇടിക്കരുത് ഗൈസ്. ഇടിച്ചു കഴിഞ്ഞാൽ മിഷൻ ഫെയിലാണ് ഗൈസ്. ഓ നമ്മൾ സേവ് ചെയ്തു ഗൈസ്. നമ്മൾ രണ്ടാമത്തെ ഡെലിവറി ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ മിഷൻ സക്സസ് ആണ്. ഓ ഇതേതോ ഗുദാമിലാണ് ഗൈസ്. എവിടെയാണ് ഗൈസ്? ഓ എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ ലാസ്റ്റ് നമ്മൾ മിഷൻ ജയിച്ചിരിക്കുന്നു. നമുക്ക് കോർവെറ്റ് ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ഗൈസ്. ചെറുതായിട്ടെന്തെങ്കിലും 54,000 രൂപ ഉള്ളൂ. അത്രയൊന്നും പോരാ ഗൈസ്. നമുക്കൊരു 4 ലക്ഷം രൂപയിലും വേണം. എന്നാലേ ഉള്ളൂ കോർവെറ്റ് പൂർണ്ണമായിട്ടും നമുക്ക് സ്പെക്കാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഗൈസ് കോർവെറ്റ് നമുക്കൊന്ന് കോർവെറ്റ് ഞാൻ സ്റ്റോക്ക് കണ്ടീഷനിൽ വാങ്ങിച്ച വണ്ടിയാണ്. സോ ഗൈസ് കോർവെറ്റ് മൊത്തത്തിൽ പണിത് കഴിഞ്ഞാൽ ടീ ലുക്കായിരിക്കും ഗൈസ്. കോർവെറ്റിന് നമ്മൾ കാർബൺ ഫൈബർ ബോഡി കൊടുക്കണോ? നോക്കട്ടെ ഗൈസ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. പക്ഷെ നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ട് ഗൈസ്. അതുകൊണ്ടോ കിറ്റൊക്കെ ആണെങ്കിൽ ഭയങ്കര പൈസയാണ് ഗൈസ്. 1,32,000 രൂപ ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് ഈ കിറ്റ് ഇടാൻ പറ്റുള്ളൂ. ഇടുവാണെങ്കിൽ ഈ കിറ്റ് ഇടണം ഗൈസ്. അല്ലാതെ വേറൊരു കിറ്റ് ഞാൻ എടുത്തില്ല ഗൈസ്. നമുക്ക് ആ പൈസ സോർട്ട് ചെയ്യാം. ഓ 33,000 രൂപ കിട്ടുന്നുണ്ട് ഗൈസ്. ലെറ്റ്സ് സോ ഗൈസ് അതൊന്നും ഇടാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് ലൈറ്റ് ഒന്ന് മാറ്റാം ഗൈസ്. 1500 രൂപ ലൈറ്റ് മാറ്റിയിരിക്കുകയാണ് ഗൈസ്. സൈഡ് സ്കേർട്ട് നമുക്ക് തരാം ഗൈസ്. $16,000 ഒരു സൈഡ് സ്കേർട്ട് ഉണ്ട്. അത് നമുക്ക് 8,000 മിസൈലുണ്ട്. അത് നമുക്ക് 8,000 മിസൈൽ ഇടാം ഗൈസ്. ക്യാഷ് ഇപ്പോൾ ഇച്ചിരി കുറവാണ്.
പോകാനായിട്ടിരുന്നു. പിന്നെ കാർബൺ ഫൈബറിനിട്ടേക്കാം ഗൈസ്. കിടക്കട്ടെ. നമുക്ക് ബോഡി റോൾ കേജ് നമുക്ക് ഫിറ്റ് ചെയ്യാം ഗൈസ്. ഇത് നമ്മൾ സെറ്റാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളെ കാശൊന്നുമില്ല ഗൈസ്. നമുക്ക് റോൾ കേജ് ഒന്ന് പെയിൻ്റ് അടിച്ച് റോൾ കേജ് പെയിൻ്റ് അടിക്കാൻ നമുക്ക് ഗൈസ് നമുക്ക് നീല കളർ എങ്ങനെ ഉണ്ടായിരിക്കും ഗൈസ്? സ്റ്റാൻഡേർഡ് മതി. വൈറ്റ് ആണല്ലോ. നമുക്ക് ക്ലാസ്സി ആയിട്ട് ബ്ലാക്ക് കൊടുത്താലോ ഗൈസ്? ബ്ലാക്ക് കൊടുത്തിരിക്കുകയാണ് ഗൈസ്. കോർവെറ്റിൻ്റെ പെയിൻ്റ് ഒന്ന് മാറ്റിയാലോ ഗൈസ്? കോർവെറ്റിൻ്റെ അലോയുടെ പെയിൻറ്റ് മാറ്റാമല്ലോ. ബ്ലാക്ക് കൊടുക്കാം ഗൈസ്. അങ്ങനെ നമുക്ക് അലോയ്ക്ക് പെയിൻറ്റ് മാറ്റാൻ നമ്മുടെ ഈ കാശില്ല ഗൈസ്. നമുക്ക് കാശ് സോട്ട് ചെയ്യാനിരിക്കുന്നു. നോക്കട്ടെ ഗൈസ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. നമുക്ക് പിന്നെ നമ്മുടെ 91 രൂപയുള്ളൂ ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഔട്ട് ഫ്രം ദി ഷോപ്പ്. നമ്മൾ കോർവെറ്റിന് നമ്മൾ റോൾ ഗേജ് ആഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. റോൾ ഗേജ് ആഡ് ചെയ്ത് നമ്മൾ വണ്ടി എടുത്തിട്ട് പോവുകയാണ്. നമുക്കൊരു ഫ്രീ റൈഡ് ഓടിക്കാം ഗൈസ്. കോർവെറ്റിൻ്റെ അകത്ത് നിന്ന് ഓടിക്കാൻ നല്ല രസമാണ് ഗൈസ്. ഓക്കെ, ഗൈസ്, ഈ സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടോ? ദിസ് ഈസ് എ റേസ് ട്രാക്ക്. വി ക്യാൻ റൈഡ് ഹിയർ ഗൈസ്. ഒരു 40 കിലോമീറ്ററോളം, അതായത് ഒരു 40 മൈലോളം ഉണ്ട് ഈ വഴി. കഴിഞ്ഞ അപ്ഡേറ്റിൽ വന്നതാണ്. ആദ്യമൊന്നും വഴിയൊന്നും ഇല്ലായിരുന്നു. സൺസെറ്റിൻ്റെ സമയത്തൊക്കെ ഇരുന്ന് വണ്ടി ഓടിക്കുകയാണെങ്കിൽ വളരെ രസമായിരിക്കും ഗൈസ്. കോർവെറ്റ് സ്റ്റോക്ക് കണ്ടീഷനും പൊളിയാണ് ഗൈസ്. റേസ് ട്രാക്കിൽ കൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര രസമാണ് ഗൈസ്. ഇടയ്ക്ക് വണ്ടി ഇടിക്കും. തോണിക്കൊണ്ടാ പിന്നെ എല്ലാം ഇടക്കട്ടത് രക്ഷപ്പെട്ടാലോ. Come on guys. ഓ ഗൈസ്, ഇടിച്ച് പൊളിഞ്ഞ് ഗൈസ് വണ്ടി. ട്രാക്കിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ, അല്ലെങ്കിൽ വണ്ടി ഇടിക്കും ഗൈസ്.
അപ്പോൾ ഞാനെന്ന് വരുന്നത് മറ്റേ ത്രയെന്ന് പറഞ്ഞ സിനിമ കണ്ടു, ഊമ്പി വരും, ഒന്നിനും കൊള്ളത്തില്ല. ഡ്രിഫ്റ്റ് ചെയ്ത് മുന്നേറുകയാണ്. ഗൈസ് കോർവെറ്റ് പൊളിയാണ് ഗൈസ്. കോർവെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗൈസ് ഇത് നോക്കിയിട്ടാണത് സേവ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 290 പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രാക്കിൽ വണ്ടിയൊന്നും ഇല്ലാതുകൊണ്ട് നമുക്കൊന്ന് കാണിക്കാൻ കഴിച്ചു. ഭയങ്കര ചെയ്തിട്ട് രാത്രിയായി ഗൈസ്. രാത്രി വണ്ടി ഓടിക്കുക ഒരു സുഖമില്ല ഗൈസ്. രാവിലെയാണ് വണ്ടിയൊക്കെ കണ്ടുപിടിക്കുക. നമുക്ക് വെളിയിലേക്ക് പോകാം ഗൈസ്. നമുക്ക് ട്രാക്കിൽ നിന്ന് കളിക്കേണ്ട അടുത്ത ട്രാക്ക്. റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട് സൈഡത്തെ റേസ് ട്രാക്ക് പോകാൻ പറ്റുന്നതാണ്. വണ്ടി ചെറുതായിട്ടും തട്ടിപ്പിക്കുകയാണ്. ഐ തിങ്ക് നമ്മൾ വീണ്ടും ട്രാക്കിൻ്റെ അകത്തേക്ക് തന്നെയാണ് പോകുന്നത് ഗൈസ്. എനിക്ക് അങ്ങനെ തോന്നുന്നു. ഓ, നേരത്തെ ഈ റോഡ് ക്ലോസ്ഡ് ആണ് ഗൈസ്. നമുക്ക് തുറന്നിരിക്കുകയാണ്. കുഴപ്പമില്ല, നമുക്ക് ഔട്ട് സൈഡ് പോകാൻ പറ്റുന്നതാണ്. കോർവെറ്റിൻ്റെ ബാക്കിൽ എക്സോസ്റ്റ് ആണ് കഴിക്കുന്നത്. മെയിൻ ഹൈലൈറ്റ് ഞാൻ അടുപ്പിച്ച് ഒട്ടും കഴിച്ചു. ഉണ്ടോ പൊട്ടിയിട്ട് ഈ വണ്ടി ഇടിച്ച് ഗൈസ്. ഗൈസ് പൊട്ടിക്കാൻ നോക്കിയാണ് ഗൈസ്. വണ്ടി ഇടിച്ച് മാറി ഗൈസ്. ഗൈസ് എൻ്റെ വീട്ടിൽ ഗൈസ്.
ഈ റോഡ് കാണുന്ന കേസുണ്ടല്ലോ, റോഡ് ബോഗൻവില്ലയാണെന്ന് എനിക്ക് തോന്നുന്നു. നീല ബോഗൻവില്ല. ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ വെളിയിലേക്ക് ഇരിക്കുകയാണ്. നമ്മൾ എത്തി ഗായ്സ്. ഇവിടെ ഒരു പമ്പുണ്ട് ഗായ്സ്, ഇവിടെ ഒരു പമ്പുണ്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ പമ്പിലെത്തിയിരിക്കുകയാണ്. നമുക്ക് വണ്ടിക്ക് ഇച്ചിരി എണ്ണ അടിക്കാം. എണ്ണ ഉണ്ട് ഗൈസ്, എണ്ണയുടെ ആവശ്യമില്ല. നമുക്ക് വേറെ വണ്ടി എടുക്കും ഗൈസ്. വണ്ടി ഓടിച്ച് മടുത്തു. ഗൈസ്, നമുക്ക് പറ്റിയ റേസൊന്നും ഇനി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. കാരണം അതിനൊക്കെ സമയം എടുക്കും. ഓൾറെഡി അതെല്ലാം കളിച്ചാണ് 15 മിനിറ്റ്സ് ഉണ്ട് ഗൈസ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഡോഡ്ജ് ഓടിച്ചു നോക്കാം ഗൈസ്. നമ്മുടെ മസിൽ കാർ ഓടിച്ചിട്ട് കുറേ ആയി. മസിൽ കാർ നമുക്കൊന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ മസിൽ കാർ ഡോഡ്ജ്. ചാർജറാണ് യൂസ് ചെയ്യുന്നത്. വണ്ടി ചാർജർ, ക്ലാസിക് ചാർജർ. സിറ്റിയുടെ അകത്തൂടെയാണ് നടക്കൊണ്ടിരിക്കുന്നത്. നല്ല വളമായിരുന്നു ഗൈസ്. സേവ് ചെയ്തിട്ടുണ്ട് ഗൈസ്. വണ്ടി സ്റ്റോക്കാണെങ്കിൽ നമ്മൾ നൈട്രോ മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. മാക്സിമം ലിമിറ്റ് നമ്മൾ പുഷ് ചെയ്ത് കഴിച്ച് വണ്ടി കട്ട് ഓഫ് ആയിരിക്കുകയാണ്. നമുക്ക് കഴിച്ച് വണ്ടി 200 മാക്സിമം ആണ് വണ്ടിയുടെ. 200 മേടിപ്പോയി കഴിഞ്ഞാൽ വണ്ടി കട്ട് ഓഫ് ആകും കഴിച്ച്. വണ്ടി അപ്ഗ്രേഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. മേടിക്കാം. നമ്മുടെ വിൻഡീസിൽ ഉപയോഗിച്ച അതേ ചാർജറാണ് വീസ്. നമ്പറൊക്കെ നോക്കൂ. ബാനോട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ബാനോട്ടാണ് ഗൈസ്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മസിൽ കാർ വെച്ച് നമുക്ക് റേസൊന്നും കളിക്കാൻ പറ്റത്തില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഈ കാർ മാറ്റി വേറൊരു കാർ എടുക്കാം ഗൈസ്. സോ നമുക്ക് നമ്മുടെ മസ്റ്റേ ഒന്ന് ഓടിച്ചു നോക്കാം ഗൈസ്. 2 ദിവസമായി ഓടിച്ചിട്ടാണ്. ഇന്ന് രാവിലെ ഓടിച്ചായിരുന്നു തോന്നല്ലേ? ഓടിച്ചു ഗൈസ്.
വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഒന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഹൈവേയിലാണ്. ഇപ്പോൾ 200 കിടക്കും. നമ്മൾ കടന്നിരിക്കുകയാണ് ഗൈസ്. 40 to 50 ആവും ഗൈസ്. ശരിക്കും പറഞ്ഞാൽ മസ്റ്റാടെ ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ 330 എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡ്രൈവ് നോക്കാം ഗൈസ്, കിട്ടുമില്ലെന്ന്. ബാക്കി 300 അടിച്ചിരിക്കുകയാണ്. 300 കഴിച്ച് നമുക്ക് മാക്സിമം പുഷ് ചെയ്ത് എത്ര പോകാൻ പറ്റുമോ നോക്കുന്നത് നോക്കാം കഴിച്ച്. നമുക്ക് തിരിച്ചു പോയി നോക്കാം. നമ്മളിതുവരെ നൈട്രോ കൊടുത്തില്ല കഴിച്ച്. നൈട്രോ കൊടുക്കാതെയാണ് നമ്മൾ 300 അടിച്ചത്. നമ്മുടെ വണ്ടി 320 കടന്നിരിക്കുകയാണ് ഗൈസ്. 330 അടിച്ച് ഗൈസ്. 336 അടിച്ച് ഗൈസ്. കട്ട് ഓഫ് ആയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ വണ്ടി കട്ട് ഓഫ് ആയിരിക്കുകയാണ്. 300 നമ്മുടെ ടോപ്പ് സ്പീഡ്. 307 നമ്മുടെ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. നല്ല ടേണായിരുന്നു ഗൈസ്. ചെറുതായിട്ട് ഇറങ്ങി ഗൈസ് വണ്ടി. ഈ വണ്ടിയുടെ ഫുൾ സ്പെക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വണ്ടി
ലെവൽ 6ലാണ് ഇപ്പോൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഗൈസ്, നമ്മുടെ വണ്ടിയുടെ എൻജിൻ സൈഡിലേക്ക് വരുവാണെങ്കിൽ വണ്ടിയുടെ ഗൈസ് ഫ്യൂവൽ സിസ്റ്റം നമ്മൾ അത് അൾട്ടിമേറ്റിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിലിണ്ടർ ഹെഡ് നമ്മൾ ചെയ്തിരിക്കുന്നത് റേസിങ്ങിലേക്കാണ്. എൻജിൻ ബ്ലോക്ക്സ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതും റേസിങ്ങിൽ തന്നെയാണ് ഗൈസ്. എക്സോസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതും റേസിങ്ങിൽ തന്നെയാണ് ഗൈസ്. ഈ റെഡിൽ കാണിച്ചിരിക്കുന്ന എല്ലാം റേസിങ്ങിൽ തന്നെയാണ് ഗൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ മെയിൻ ഫോൾഡും എക്സോസ്റ്റും എല്ലാം രണ്ടും റേസിങ്ങിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇസിയും റേസിങ്ങിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ടെർബോയും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ക്യാം ഷാഫ്റ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഇൻടേക്ക് മെയിൻ ഫോൾഡും അത് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇൻടേക്ക് മാനിഫോൾഡ് നമ്മൾ മാറ്റിയിരിക്കുന്നത് അൾട്ടിമേറ്റിലേക്കാണ് കേട്ടോ. ക്യാം ഷാഫ്റ്റ് റേസ്റ്റിക്കിലും, ക്യാം ഷാഫ്റ്റും ടെർബോയും ഇസിയും റേസ്റ്റിക്കിലാണ് ഗൈസ്. അതുപോലെ നമ്മുടെ ട്രാൻസ്മിഷൻ നമ്മൾ ക്ലച്ച് നമ്മൾ അതുപോലെ അൾട്ടിമേറ്റ് ആക്കിയിരിക്കുകയാണ്. ഡിഫറൻഷ്യൽസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അൾട്ടിമേറ്റിലേക്കാണ്. ക്ലച്ചിൻ്റെ ഡിഫറൻഷ്യൽസും അത് നമ്മൾ അൾട്ടിമേറ്റിലേക്കാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഗിയർ ബോക്സും നമ്മൾ സീക്വൻഷ്യൽ ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അത് അൾട്ടിമേറ്റിലേക്കാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4 വീലർ നമ്മൾ വണ്ടി ആക്കിയിട്ടില്ല. നമ്മുടെ വണ്ടി 4 വീലല്ല. 4 വീലാക്കണമെങ്കിൽ 320 കൂടെ വേണം നമുക്ക്. പിന്നെ ബോഡി നമ്മൾ സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. സ്വാപ്പ് ചെയ്ത് നമ്മൾ സ്റ്റേജ് 6ലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടി. അതുപോലെ തന്നെ വെയിറ്റ് റിഡക്ഷൻ ചെയ്തിട്ടുണ്ട് വണ്ടി. അത് എലൈറ്റിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവൽ ടാങ്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് സ്പോർട്സിലേക്കാണ്. കാരണം അത് ഒത്തിരി നമുക്ക് റേസിലേക്ക് ആക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ വെയിറ്റ് കൂടും. അതുപോലെ തന്നെ എയറോഡൈനാമിക്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് താഴെ കിറ്റിൻ്റെ കൂടെ തന്നെ. പിന്നെ റിയർ എയറോഡൈനാമിക്സ് അത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അത് ചെയ്താൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് കുറയും. അല്ല ഗൈസ്, നമുക്കത് ചെയ്തത് നല്ലതായിരിക്കും. നമ്മളത് ഇതുവരെ ചെയ്തിട്ടില്ല. എന്തായാലും അതൊരു 26 അൾട്ടിമേറ്റ് തന്നെ ആക്കേണ്ടതാണ്. 68 ഗോൾഡ് കോയിൻസ് നമുക്ക് വേണ്ടതാണ്. കളിച്ചുണ്ടാക്കാം ഗൈസ്, നോക്കാം. അതുപോലെ സസ്പെൻഷൻ ഫുള്ള് നമ്മൾ അൾട്ടിമേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഫ്രണ്ട് സ്പ്രിങ്സും ഫ്രണ്ട് ഡാമ്പേഴ്സും ബാക്ക് സ്പ്രിങ്സും എല്ലാം നമ്മൾ അൾട്ടിമേറ്റിലേക്ക് മാറ്റി. അതുപോലെ സസ്പെൻഷൻ ആംസ്, സ്റ്റെബിലൈസർ, ബ്രേക്കിംഗ് സിസ്റ്റം, റിയർ സ്റ്റെബിലൈസറും റിയർ സസ്പെൻഷൻ ആംസും നമ്മൾ എല്ലാം അൾട്ടിമേറ്റിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. നമ്മുടെ വണ്ടി ഒരു ഫുൾ റേസ് സ്പെക്കാണ് ഗൈസ്. അതുപോലെ ടയേഴ്സ് നമ്മൾ സ്പേസസ് 2 ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിംസും നമ്മൾ അൾട്ടിമേറ്റിലേക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ടയേഴ്സ് നമ്മൾ എലൈറ്റിൽ നമുക്ക് ഇട്ടിരിക്കുന്നത് സ്പോർട്സ് ടയേഴ്സാണ് ഗൈസ്. സ്പോർട്സ് അല്ല, റേസിംഗ് ടയേഴ്സാണ് ഗൈസ്. യെല്ലോ വരുന്നത് റേസിംഗ് ടയേഴ്സും വൈറ്റ് വരുന്നത് സ്പോർട്സുമാണ് ഗൈസ്. ഈ ടയറിൻ്റെ സൈഡിലുള്ള റൈറ്റിങ്സ്. സോ അത്രേ ഉള്ളൂ ഗൈസ്. അതാണ് നമ്മുടെ മസ്ത RX-7 X. So okay guys, bye.
വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.